ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ സംസ്ഥാനത്തിന്റെ ഫണ്ട് വിനിയോഗ കാലാവധി കേന്ദ്ര സർക്കാർ നീട്ടി. ഈ വർഷം ഡിസംബർ 31 വരെ ഉപാധികളോടെയാണ് കേന്ദ്രം കാലാവധി നീട്ടിയത്. ഉപാധികളിൽ കേന്ദ്രം വ്യക്തത വരുത്തണമെന്നും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇത് ഒരു അല്പം ആശ്വാസമാകുന്നുണ്ട് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. കുറച്ചു കാലമെങ്കിലും നീട്ടി കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എത്തുന്നു, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുത് എന്ന് അങ്ങനെ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ കാരണം? ഈ വയനാട് പുനരധിവാസത്തിൽ അതിന്റെ പദ്ധതിയിന്മേൽ സംസ്ഥാനത്തിന്റെ ഫണ്ട് വിനിയോഗ കാലാവധി നീട്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നു. ഈ വർഷം ഈ ഡിസംബർ 31 വരെയാണ് സമയപരിധി നൽകിയിട്ടുള്ളത്. ഉപാധികളോടെയാണ് കേന്ദ്രം കാലാവധി നീട്ടിയത്. ഉപാധികൾ എന്തെന്ന് വ്യക്തത വരുത്താത്തതിൽ ഹൈക്കോടതി വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഒരു ഉപാധി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു ഇങ്ങനെ ഈ നീട്ടി നൽകുന്നതിന്. ആ ഉപാധി എന്ത് എന്ന് പക്ഷേ വ്യക്തത വരുത്തിയിട്ടില്ല. അത് സംബന്ധിച്ച് സത്യവാങ്മൂലവും സമർപ്പിച്ചിട്ടില്ല. ഡൽഹിയിലുള്ള ഉദ്യോഗസ്ഥൻ കോടതിയുടെ മുകളിലാണെന്നാണോ കരുതുന്നത് എന്ന് കോടതിക്ക് ഈ ഘട്ടത്തിൽ ചോദിക്കേണ്ടി വന്നു. ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ അടുത്ത ഫ്ലൈറ്റിൽ ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തിങ്കളാഴ്ച സമയപരിധി നീട്ടിയതിൽ വ്യക്തത വരുത്തി കേന്ദ്രം സത്യവാങ്മൂലം സമർപ്പിക്കണം. ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതായത് ഈ ഉപാധി വെച്ചിട്ടുണ്ട്, പക്ഷെ ഉപാധി എന്തെന്ന് അറിയിക്കുന്നില്ല. ആ ഉപാധി എന്തെന്ന് അറിയുമ്പോഴാണല്ലോ അതിലൊരു വ്യക്തത വരുന്നത്. അത് പറയാത്തതിലാണ് കോടതിക്ക് ഈ രോഷം വന്നത്. ബാങ്ക് ഓഫ് ബറോഡ വായ്പ തിരിച്ചുപിടിക്കൽ നടപടി സ്വീകരിച്ചു എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. അതിലും കേന്ദ്രം മറുപടി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോടതി. വായ്പ എഴുതിത്തള്ളലിൽ കേന്ദ്രം തീരുമാനമെടുക്കണമെന്നും ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.